പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോണത് യൂണിയൻ ബാങ്കിൻ്റെ ആപ്പായ വ്യോമ ആപ്പ് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്നാട്ടോ. ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വ്യോമ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ആപ്പ് ഓപ്പൺ ആക്കുക. അപ്പം നമ്മൾ സിം സെലക്ട് ചെയ്യാൻ കണക്റ്റ് ടു ഇൻ്റർനെറ്റ് അത് അക്സെപ്റ്റ് കൊടുത്ത് ആക്ടിവേറ്റ് ആക്കി അലോ കൊടുക്കുക. അപ്പം നമുക്ക് നമ്മുടെ ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് പോവും, വെരിഫൈങ് മെസ്സേജ് പോയി SMS വരും, ഓപ്പണായിട്ട് വരും. യു വാണ്ട് കണ്ടിന്യൂ എന്ന് പറയുമ്പോൾ ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഐ ഹാവ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, ബ്രാഞ്ച് ജനറേറ്റഡ് ടൂൾ ഒക്കെ വരും. ഞാനിവിടെ കൊടുത്ത ഡെബിറ്റ് കാർഡാണ്. അതിൻ്റെ തൊട്ട് താഴെ ഡെബിറ്റ് കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കാനുണ്ട്. ഫുൾ നമ്പർ അടിച്ചു കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴെ കാണുന്നത് എക്സ്പയറി ഡേറ്റ, നമ്മുടെ ATM കാർഡിൻ്റെ ഫ്രണ്ടിലുള്ള എക്സ്പയറി ഡേറ്റ് അടിച്ചു കൊടുക്കണം. അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ ATMൻ്റെ പിൻ അടിച്ചു കൊടുക്കാനുണ്ട്. ATMൻ്റെ പിന്നും അടിച്ചു കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴെ നമുക്കൊരു സെക്യൂരിറ്റിക്ക് വേണ്ടി വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് 10+10. അപ്പം ഞാൻ ആൻസർ 20 കൊടുത്തു. അത് കഴിഞ്ഞ് വെരിഫൈങ് ഡെബിറ്റ് കാർഡ്, ATM കാർഡ് നമ്മൾ വെരിഫൈ ചെയ്തു. തൊട്ടടുത്ത് തന്നെ നമ്മൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അപ്പം തൊട്ടടുത്ത പേജിലോട്ട് പോയി നമ്മൾ സെറ്റ് ലോഗിൻ പിന്ന്, വ്യോമ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഒരു ലോഗിൻ പിന്ന് കൊടുക്കണം. ഒരു 4 അക്ക ലോഗിൻ പിന്ന് ഞാനിവിടെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ലോഗിൻ പിന്ന് കൺഫേം ചെയ്യാനുണ്ട്. നമ്മളത് സെറ്റ് ലോഗിൻ പിന്ന് കൊടുത്തു. അടുത്ത് നമ്മൾ കൺഫേം ചെയ്യണം. ലോഗിൻ പിന്ന് നമ്മൾ ആദ്യം അടിച്ച ലോഗിൻ പിന്ന് ഒന്നുകൂടെ കൺഫേം ചെയ്ത് സബ്മിറ്റ് കൊടുത്ത് പിന്നെ ഓക്കെ അടിച്ച് പിന്നെ അടുത്ത പേജിലോട്ട് പോകും. സക്സസ് കാണിച്ച് പിന്നെ പ്രൊസീഡ് കൊടുത്ത് കഴിയുമ്പം നമുക്ക് എൻ്റർ 4 ഡിജിറ്റ് പിൻ റിസീവ്ഡ് ത്രൂ SMS, അതായത് നമുക്ക് ഫോണിലോട്ട് ഇപ്പോൾ ഒരു OTP വരും. ആ OTP ഇവിടെ അടിച്ചു കൊടുക്കാനാണ് ആദ്യം കാണിച്ചേക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ കാണിച്ചേക്കുന്നത് സെറ്റ് ട്രാൻസാക്ഷൻ പിന്ന്, അതായത് നമ്മൾ 4 അക്ക ഒരു പിന്ന് അടിച്ചു കൊടുക്കണം. അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ 4 അക്ക പിന്ന് അടിച്ചതിൻ്റെ അവിടെ തന്നെ ആ പിന്ന് വീണ്ടും റിപ്പീറ്റ് അടിക്കുക, സബ്മിറ്റ് കൊടുക്കുക. സക്സസ് ആയി. അപ്പം നമ്മുടെ അക്കൗണ്ട് ആക്റ്റീവായി. വീണ്ടും ഞാനൊന്ന് ഓപ്പൺ ആക്കി നോക്കുക ആയോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ ഓപ്പൺ ആക്കി നോക്കി, ലൊക്കേഷൻ കൊടുത്തു, ലൊക്കേഷൻ ഓണാക്കി. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പാണ്. പ്രൊസീഡ് ആവണമെങ്കിൽ നമ്മൾ 4 ക്വസ്റ്റ്യൻ കാണിച്ചിട്ടുണ്ട്. 4 ക്വസ്റ്റ്യന് ആൻസർ ചെയ്യണം. അത് നമ്മൾ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പം 3 സെക്ഷനിലും ക്വസ്റ്റ്യന് ആൻസർ ചെയ്യണം. പിന്നെ പ്രൊസീഡ് കൊടുത്ത് ഞാൻ ഒന്നാമത്തെ കൊടുത്തില്ലായിരുന്നു, അതാണ്ട് അങ്ങനെ കാണിച്ചത്. നമ്മൾ 3 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 3 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല.
ഇതിൻ്റെ അകത്ത് കുറേ ക്വസ്റ്റ്യൻ നമ്മൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുക. അടുത്ത പ്രൊസീഡ് കൊടുത്തു. ഓക്കെ, ഓപ്പണായി. നമുക്ക് ഇത് നമ്മൾ വൈഫൈയിലാണോ നെറ്റ്വർക്കിലാണോ പോകേണ്ടതെന്ന് വെച്ചാൽ കണ്ടിന്യൂ കൊടുക്കുക. ഇത് നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും അക്കൗണ്ട് നമ്പറും പേര് എല്ലാ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ വ്യോമാപ്പ്, യൂണിയൻ ബാങ്കിൻ്റെ സേഫായിട്ടുള്ള വ്യോമാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ആക്ടിവേറ്റ് ആക്കുന്നത്. ഞാൻ വീണ്ടും ഒന്നുകൂടെ അത് ഓപ്പണായിട്ട് നോക്കുക. നമ്മളിതിൻ്റെ പിൻ നമ്പറും ഒക്കെ എഴുതി വെച്ച് സൂക്ഷിക്കുക. നമ്മളിപ്പോൾ പൈസ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമുക്ക് ആ പിൻ നമ്പർ ആവശ്യമാണ്. ലോഗിൻ ചെയ്യുമ്പോഴും ഒരു നമ്പറുണ്ട് 4 ഡിജിറ്റ്. പിന്നെ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിനും ഒരു പിൻ നമ്പർ നമുക്കുണ്ട്. അത് രണ്ടും നമ്മൾ എഴുതി സൂക്ഷിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.